ഗൈസ്, നമ്മൾ പെട്ടെന്ന് വന്നൊരു ബോധോദയത്തിൻ്റെ പുറത്ത് നമ്മൾ കയാക്കിങ് ചെയ്യാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ മോന്താൽ കണ്ണൂരുള്ള ലൊക്കേഷനിലാണ് പോയത്. എൻ്റെ കൂടെയുള്ളമാർക്കൊക്കെ നീന്താനൊക്കെ അറിയായിരുന്നു, എനിക്ക് മാത്രം അറിയത്തില്ല. പക്ഷേ എന്നാലും ഞാൻ ധൈര്യപൂർവ്വം ഈ പരിപാടിക്ക് ഇറങ്ങിത്തിരിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഇതാണ് ബാഗ്. ഈ ബാഗിനകത്ത് നമുക്ക് ഫോണും കാര്യങ്ങളൊക്കെ ഇട്ടേക്കാം കേട്ടോ. അത് ഇപ്പോൾ വെള്ളത്തിൽ പോയാലും കുഴപ്പമില്ല, അത് ഫ്ലോട്ട് ചെയ്ത് നിന്നോളും. ഇതാണ് നമ്മുടെ കയാക്ക് ബോട്ട്. അപ്പം എൻ്റെ കൂടെ ബ്രദറുണ്ട്, കസിനുണ്ട്, കസിൻ്റെ ഫ്രണ്ടുണ്ട്. അപ്പോൾ അങ്ങനെ അവർ നമുക്ക് തുഴയാനുള്ള സാധനങ്ങളൊക്കെ തന്ന് തുഴയാനുള്ള ഇൻസ്ട്രക്ഷൻസും തരും. ബ്രേക്ക് എങ്ങനെ ഇടണം, സൈഡിലേക്ക് എങ്ങനെ പോകണം, ബാക്കോട്ടേക്ക് എങ്ങനെ പോകണം, ഇതൊക്കെ കേട്ടിട്ട് ഓക്കെ എന്ന് പറഞ്ഞ് തുഴയാൻ തുടങ്ങി. അപ്പം നമ്മൾ ആക്ച്വലി അത്ര പ്രോ ഒന്നുമല്ല തുഴയാൻ വേണ്ടിയിട്ട്, തുഴയാൻ വേണ്ടിയിട്ട്. പക്ഷേങ്കിൽ കുഴപ്പമില്ലായിരുന്നു. കാരണം ഇവിടെ ഓപ്പൺ സ്പേസ് ആയതുകൊണ്ടേ നമ്മൾ എങ്ങോട്ട് തുഴഞ്ഞാലും എവിടെയെങ്കിലുമൊക്കെ എത്തും. അതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. പക്ഷേങ്കിൽ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ പ്രോബ്ലം ആക്ച്വലി എനിക്കല്ല, ഇപ്പോൾ വരും പ്രോബ്ലംസ്. ഇതാണ് ഇവരൊക്കെയാണ് പ്രോബ്ലംസ്. ഇവർ തുഴഞ്ഞ് വട്ടത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവർ കുറച്ച് നേരമായി നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മാംഗ്രൂവ് ഫോറസ്റ്റിലേക്ക് കയറി. അതിനകത്ത് കയറിയപ്പോഴാണ് ശരിക്കും പണി പാളിയത്. കാരണം നമുക്ക് തുഴയാൻ അറിഞ്ഞൂടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കാട്ടിലും വള്ളിക്കകത്തൊക്കെ ഓടിക്കയറും ഈ സാധനം, ഈ ബോട്ട്. അപ്പോൾ ഇത് ഇവൻ റെസ്റ്റ് എടുക്കുവാണ്. ഞങ്ങളുടെ കൂടെ അതിൻ്റെ ട്രെയിനറും കൂടെ വന്നായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ ഞങ്ങൾ ഇതിനകത്ത് കയറി കുറച്ച് റെസ്റ്റൊക്കെ എടുത്തു. എന്നിട്ട് അങ്ങനെ തിരിച്ച് തുഴയാൻ തുടങ്ങി. അങ്ങനെ കുറേ സമയത്തെ കഠിന പ്രയത്നത്തിന് ശേഷം നമ്മൾ തിരിച്ച് കരയിലെത്തിയിരിക്കുന്നു. അങ്ങനെ ഇന്നത്തെ അഡ്വഞ്ചർ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. നിങ്ങൾക്കും ഇങ്ങനെയുള്ള അഡ്വഞ്ചർ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഗൈസ്. നിങ്ങൾ കണ്ണൂരാണെങ്കിൽ മോന്താൽ ലൊക്കേഷനുണ്ട്, ട്രൈ ചെയ്യും.